നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഇത് ഒട്ടും നല്ല കാലമല്ല. എവിടെ തൊട്ടാലും പണിയാണ് അവസ്ഥ. ശൈലജ ടീച്ചർ ഭരിച്ച് പേരെടുത്ത സ്ഥലത്തേക്കാണ് വീണ ജോർജ് എത്തിയത്. ശൈലജ ടീച്ചറേക്കാൾ പൊടി പൊടിക്കും ഞാനെന്ന ചില്ലറ അമിത ആത്മവിശ്വാസം പുള്ളിക്കാരിക്ക് ഉണ്ടായിരുന്നു താനും. സത്യപ്രതിജ്ഞയ്ക്കായി പോകുമ്പോൾ ശൈലജ ടീച്ചറിനോട് ആ ഹുങ്ക് കാണിക്കുകയും ചെയ്തു. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, ഒരിടത്ത് പോലും അവർക്ക് നല്ല പേരുണ്ടാക്കാൻ പറ്റിയില്ല. തുടക്കത്തിലേ അവരുടെ കപ്പൽ ആടിയുലയുകയായിരുന്നു. അവരുടെ തെറ്റല്ലാത്ത കാര്യങ്ങൾ കൂടി അവരുടെ മണ്ടയ്ക്ക് വന്നടിഞ്ഞ് പഴി കേൾക്കേണ്ടി വന്നു. ഏറ്റവും വലിയ ശത്രുവായത് അവരുടെ നാവായിരുന്നു. അതവരെ ഒരു വട്ടമല്ല പലവട്ടം ചതിച്ചു. ഡോക്ടർ വന്ദനാദാസിൻ്റെ കൊലപാതകത്തിൽ വെറുതെ പോയി പറഞ്ഞ ഒരു വാക്കിൽ അവർക്ക് പൊട്ടിക്കരയേണ്ടി വന്നിട്ടുണ്ട്. ആ കുടുംബത്തിൻ്റെ വെറുപ്പും കൂടി സമ്പാദിച്ചു. പിന്നിങ്ങോട്ട് ഹർഷീനെയും കെട്ടിടം തകർന്നതും എന്ന് വേണ്ട സകലതിനും ആരോഗ്യമന്ത്രി പഴികേട്ടു. എല്ലാം അവരുടെ പിടിപ്പുകേടായി മാറി. സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണെന്ന അവരുടെ വാക്കിന് ഇന്നും ട്രോൾ മഴയാണ്. പലപ്പോഴും അവർ പറയാൻ ശ്രമിച്ചതായിരുന്നില്ല പുറത്തേക്ക് വന്നത്. സിസ്റ്റം ശരിയാക്കാനാണല്ലോ മന്ത്രി, അത് പിഴച്ചാൽ ആർക്കാണ് വീഴ്ച എന്നത് മന്ത്രി ചിന്തിച്ചുമില്ല. നല്ലൊരു വാർത്താ അവതാരകയായിരുന്ന ശ്രീമതി വീണ ജോർജിന് കമ്മ്യൂണിക്കേഷൻ പിഴക്കേണ്ട കാര്യമേയില്ല. എന്നിട്ടും പലപ്പോഴും അവർക്ക് വീഴ്ച സംഭവിച്ചത് അവിടെയായിരുന്നു. രാഷ്ട്രീയക്കാർ ചിരിച്ചുകൊണ്ട് തള്ളിക്കളയുന്ന പല സാഹചര്യങ്ങളെയും അവർ വികാരം കൊണ്ട് നേരിടാൻ ശ്രമിച്ചു. ഇപ്പോഴത്തെ കരിങ്കൊടി പ്രശ്നം പോലും അതായിരുന്നു. അവർക്ക് 2 ചെറുപ്പക്കാരെ ഈസിയായി അവഗണിച്ച് യാത്ര തുടരാമായിരുന്നു. പക്ഷേ അവർ ഒരു കാര്യവുമില്ലാതെ പോരാടാൻ ശ്രമിച്ചു. ഫലമോ, ഷംസീർ സ്പീക്കർ കുഴിച്ച കുഴിയിൽ വീണ് പാവം വീണമന്ത്രി. ഒടുവിൽ ആ കുരുക്കിൽ നിന്നും ഒന്ന് ഊരി വരാൻ അവർ എന്തൊക്കെ നാടകം കളിക്കേണ്ടി വന്നു. ഇപ്പോഴാണെങ്കിലോ അവരുടെ ഭർത്താവ് ഇനി എൻ്റെ ഭാര്യയെ മത്സരിപ്പിക്കരുത് എന്ന അപേക്ഷയുമായി പാർട്ടിയെ സമീപിച്ചിരിക്കുന്നു. അതിനർത്ഥം നമുക്ക് മനസ്സിലാകും. മത്സരിക്കേണ്ട എന്ന ഭർത്താവിൻ്റെ അപേക്ഷ ഭാര്യ കേൾക്കാത്തതുകൊണ്ട് മാത്രമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ആ അപേക്ഷ എത്തിയത്. അദ്ദേഹം ഒരു ഭർത്താവും കുട്ടികളുടെ അച്ഛനുമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് തൻ്റെ ഭാര്യയുടെ മാനസികാരോഗ്യം വളരെ പ്രധാനമാണ്. മന്ത്രി വീണ ജോർജ് മാനസികമായി വളരെ ബുദ്ധിമുട്ടിലാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അപ്പോൾ മന്ത്രിയുടെ ഭർത്താവ് തൻ്റെ ഭാര്യയുടെ മാനസികാരോഗ്യത്തിന് ഊന്നൽ കൊടുത്ത് തൻ്റെ ഭാര്യയെ ഇനി മത്സരിപ്പിക്കരുത് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ശരിയാണ്, നമ്മുടെ വീണമന്ത്രിക്ക് ഒരു റെസ്റ്റ് ആവശ്യമാണ്. അല്ലെങ്കിൽ അവരുടെ കുടുംബ കപ്പൽ ആടി ഉലയും, പിന്നെ അത് മുങ്ങിത്താഴുകയും ചെയ്യും.